ചില സിനിമകൾ അങ്ങനെയാണ്, ചരിത്രത്തിൽ എന്നും ഓർത്തു വെക്കപ്പെടുന്ന സിനിമകൾ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര അത്തരം ഒരു സിനിമയായിരിക്കും. ഇതൊരു റിവ്യൂ ആയതുകൊണ്ട് തന്നെ തുടർന്ന് കുറച്ച് സ്പോയിലേഴ്സ് കാണും. താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കളയാം. ആദ്യം തന്നെ പറയട്ടെ, സിനിമ ഒരു രക്ഷയുമില്ല. സിനിമ ടെക്നിക്കലി അല്ല ടോപ്പ് നോച്ചാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ടിറങ്ങി ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഒരു റിവ്യൂ പറയാനിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെക്നിക്കലി ടോപ്പ് നോച്ചാണ് സിനിമ. ഇതിൻ്റെ ക്യാമറ ആയിക്കോട്ടെ, നിമിഷ് രവി ഹിസ് ഡൺ എ വെരി വണ്ടർഫുൾ ജോബ്. മ്യൂസിക് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, വെരി ഗുഡ് ജോബ് ഇൻ ദിസ് മൂവി. മ്യൂസിക് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, അങ്ങനെ ടെക്നിക്കലി ഈ പടം ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്. ഈ സിനിമ ഒരു പക്ക മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഡൊമിനിക് അരുണിൻ്റെയും ശാന്തി ബാലകൃഷ്ണൻ തിരക്കഥയിൽ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് ലോക ചാപ്റ്റർ ചന്ദ്ര. ലോക പലയിടത്തും കുറച്ച് ക്ലീശ ആവേണ്ടതാണ്, കുറച്ച് ക്രിഞ്ച് ആവേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നേണ്ടതാണ്. പക്ഷെ ഡൊമിനിക് ഒരു പോയിന്റ് മീറ്റർ മാറാത്ത രീതിയിലാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. പല സീനുകളിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന സീനുകളാണ്. പക്ഷേ അത് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഡൊമിനിക് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ സിനിമ വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഇതിലും വലിയൊരു ലോഞ്ച് കിട്ടുമോ എന്ന്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, ചന്തു, അരുൺ കുര്യൻ ഇവരെല്ലാമാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ 1-2 പേരും കൂടെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിലെ ഫൈറ്റ് സീൻസ് ഒക്കെ അത്രയും ജെനുവിനാണ്, അത്രയും റിയലിസ്റ്റിക് ആണ്. അതിനുവേണ്ടി എത്രത്തോളം എഫേർട്ട് കല്യാണി ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് സിനിമ കാണാൻ നമുക്ക് മനസ്സിലാവും. കല്യാണിയുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു എന്നും എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയായിരിക്കും ലോക ചാപ്റ്റർ 1 ചന്ദ്ര. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ്, മുമ്പൊന്നും ഒരു സിനിമയിലും ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇത്രയും നന്നായിട്ട് ഫൈറ്റ് സീൻസ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് കല്യാണി പ്രിയദർശൻ ഇതിലെ ഫൈറ്റ് സീൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിൽ സ്മിത്തിന്റെ ഹാങ്കോക്ക്, ഇൻക്രെഡിബിൾ ഹൾക്ക്, പിന്നെ മാർവലിന്റെ കുറച്ച് സിനിമകൾ, ഇതിന്റെ എല്ലാം ഒരു ബ്ലെൻഡ് ആണ് പലയിടത്തും എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും ഒരു ബോറടിപ്പിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടു മറന്നതാണല്ലോ എന്നുള്ള രീതിയിലൊന്നും അല്ല സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. നസ്ലിൻ ഇതിലൊരു പഠിത്തമൊക്കെ നിർത്തി കുറച്ച് ചില്ല് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂരൊക്കെ വന്ന് കൂട്ടുകാരുമായിട്ട് ഒത്തു നിൽക്കുന്ന സണ്ണി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആസ് യൂഷ്വൽ പ്രോമിസിങ് ആക്ടറാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഹ്യൂമറൊക്കെ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കഥാപാത്രമാണ് ചന്തുവിൻ്റേത്. ചന്തു ഒരു ഫുൾ ടൈം കിളിയായിട്ട് നടക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ. പലയിടത്തും ചന്തുവിൻ്റെ ഹ്യൂമർ ഭയങ്കര രസമാണ്. പുള്ളി ചില ക്രൂഷ്യൽ സീരിയസ് സീനുകളിലെല്ലാം തിയേറ്ററിൽ ആളുകളുടെ ഇമോഷൻ ഒറ്റയടിക്ക് ഫ്ലിപ്പ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ഡയലോഗിനുണ്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് കാണുന്നവർ കണ്ടു മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ സ്പോയിലറിലേക്ക് കടക്കുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, സ്പോയിലർ കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. സിനിമയിലെ മൊത്തം കാര്യങ്ങളെ ഞാൻ എടുത്തു പറഞ്ഞ് സ്പോയിൽ ചെയ്ത് നിങ്ങളെ നിരാശപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സിനിമയുടെ കാസ്റ്റ് ആണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുറേ നാളെ ആഗ്രഹിച്ച ഒരു കാസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ഈ അടുത്തെങ്ങും ഇങ്ങനെ ഒരു ക്യാമിയോ റോളുകൾ കണ്ടിട്ടില്ല. സിനിമ ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ട്രെയിലറൊക്കെ ഡീകോഡ് ചെയ്ത് കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ ആളുകൾ ഈ സിനിമയിലുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ പോയാൽ മതി. അതുപോലെ തന്നെ മലയാളികൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു അച്ഛൻ മകൻ സീൻ ഈ സിനിമയിലുണ്ട്. അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനല്ല, അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ല. പക്ഷേ മുമ്പോട്ട് ഈ യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് സിനിമകൾ വരികയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കണക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വളരെ ചെറിയ ഒരു സീനാണ്. ആ സീനിൽ ചിലപ്പോൾ അവർ രണ്ടുപേരും അതിലെങ്ങനെ ഇപ്പം അവരെ കണക്ട് ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. സിനിമ കാണുന്നവർ അത് കണ്ടു മനസ്സിലാക്കുക. സിനിമ തുറന്നു വെക്കുന്ന ഒരു വലിയ യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സിൽ നിന്ന് മുൻപോട്ട് സിനിമകൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകും. അത് മാത്രമല്ല DQ, മമ്മൂക്ക കൂട്ടുകെട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.